മനുഷ്യന്മാരുടെ ഇമോഷനെ വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും അതിനൊരു നിയന്ത്രണം വേണം. മരിച്ച വീട്ടിൽ കരയണം, കരഞ്ഞില്ലെങ്കിൽ അതിനെ വിമർശിക്കുക. വിഷയദാരിദ്ര്യം അവർ ഈ വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് ഖേദകരം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. ഓക്കെ, ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, എന്നാൽ നമുക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഇവര് മറ്റേ വരിയായിട്ടൊരു 4-5 പേരുണ്ടാവും. ഇവർ പോകും, കാണും, പിറ്റേ ദിവസം മുതൽ ഇന്നയാളെ കാണാൻ വന്ന ഇന്നയാളെ കണ്ടോ എന്ന് പറഞ്ഞായിരിക്കും ക്യാപ്ഷൻ ഉണ്ടാവുക. ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ് മീറ്റിൽ ID കാർഡോ മറ്റു സാധനങ്ങളോ കാണിക്കാതെ എങ്ങനെ ആ പ്രസ് മീറ്റിൽ ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ഓൺലൈൻ മീഡിയാസ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം എന്നത്. എന്നാൽ ഇന്ന് ക്യാമറകളുടെ നുഴഞ്ഞുകയറ്റം, സോഷ്യൽ മീഡിയയിൽ വ്യൂസിനും ലൈക്കിനും ഒക്കെ വേണ്ടിയുള്ള നെട്ടോട്ടം, ഇവയൊക്കെയായി സോഷ്യൽ മീഡിയയിൽ ഇന്ന് മരണങ്ങൾ ഭയങ്കര ട്രെൻഡായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ ഇന്നലെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് കയർക്കേണ്ടി വന്ന അവസ്ഥ. ശരിക്കും മാധ്യമങ്ങൾക്കൊരു വിലക്ക്, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിനൊരു വിലക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ ഇമോഷനെ വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും അതിനൊരു നിയന്ത്രണം വേണം. ഇന്നലെ ചന്തു പ്രതികരിച്ചത് ഒരിക്കലും പ്രതികരിക്കണം എന്ന് വിചാരിച്ച് പ്രതികരിച്ചതല്ല, ആ ഘട്ടത്തിൽ വന്നു പോയതാണ്. നമ്മളിൽ ഒരാൾ പറയാൻ ആഗ്രഹിക്കും, ഒന്ന് മാറി നിൽക്ക്, അവരൊന്ന് സ്വതന്ത്രമായി കരഞ്ഞോട്ടെ, അല്ലെങ്കിൽ അന്ത്യകർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവർക്കിനി അച്ഛനില്ല. അവരുടെ ഇമോഷൻസിനെ ചന്തു കരയുന്നത് കണ്ടോ, ചന്തു നിൽക്കുന്നത് കണ്ടോ, ചന്തുവിനെ വന്ന് ആശ്വസിപ്പിക്കുന്നത് കണ്ടോ? എന്തിനാ ഇത്? അല്ലെങ്കിലും അവർ പറഞ്ഞില്ലെങ്കിലും അതവിടെ നടക്കുന്നുണ്ട്. മനുഷ്യത്വം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓൺലൈൻ മീഡിയാസ്, മാധ്യമങ്ങൾ എന്നതൊക്കെ പോട്ടെ, നിങ്ങളുടെ അന്നമാണ് ഈ കാണുന്നത് എന്നൊക്കെ പോട്ടെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യനില്ലേ, മനുഷ്യത്വം ഇല്ലേ? ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ എത്രയോ കാലങ്ങളായി, ഇപ്പം ഈ ഓൺലൈൻ മീഡിയ സജീവമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂവെങ്കിലും നമ്മളിത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നമുക്കറിയാം, കോവിഡ് സമയത്തിന് ശേഷം ഒത്തിരി ആളുകൾ, മലയാളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് എത്രയോ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഒക്കെ അന്ത്യകർമ്മ ചടങ്ങുകളിൽ നമ്മൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്നസെന്റിന്റെ ആയിക്കോട്ടെ, ലാലിലെ സിദ്ദിഖ് മരിച്ച സമയത്തായിക്കോട്ടെ, പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയാസ് അങ്ങ് കയറുക. അവർക്ക് ശ്രീനിവാസന്റെ അത് മരിച്ച ആളെയോ അവിടെ വരുന്ന ആളുകളെയോ എന്ന് വെച്ചാൽ സാധാരണ ആളുകളെയോ ഒന്നും അല്ല ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എന്തായാലും ഇത്രയും മെയിൻ ആയിട്ടുള്ള നടന്മാരോ നടിമാരോ മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ സഹപ്രവർത്തകരായ മറ്റു നടന്മാരാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരും, അവരെ അവസാനമായി ഒന്ന് കാണാൻ വരും. അവരിലേക്കാണ് ഈ ഫോക്കസ് പോകുന്നത്. അവരിൽ ആരൊക്കെ കരയുന്നു, അവരിൽ ആരൊക്കെ വർത്താനം പറയുന്നു, അവരെങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക, അതിനുശേഷം അവർക്കെതിരെ വിമർശനം വരിക, അതിനെ വിൽക്കുക. അതായത് ഇമോഷൻസ്, മരിച്ച വീട്ടിൽ കരയണം, കരഞ്ഞില്ലെങ്കിൽ അതിനെ വിമർശിക്കുക എന്നുവെച്ചാൽ ഇവരത് ഇട്ടുകൊടുക്കുകയാണ് ബാക്കിയുള്ളവർക്ക്. ബാക്കിയുള്ളവർ അതിനെ ആ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, മരണ വീട്ടിൽ വന്നിട്ടുള്ള നടിമാരുടെ ഡ്രസ്സ് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ വരുന്നത്, ഒരുങ്ങിയാണോ വരുന്നത്, ഇന്ന കളർ ഡ്രസ്സ് ഇട്ടാണോ വരുന്നത്, ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന കുറെ വീഡിയോസ്. അവർക്ക് ഈ വീഡിയോ എടുക്കുന്നവർക്ക് മെയിൻ അവരുടെ അറ്റൻഷൻ, മണി ആണ് പ്രധാനം. പക്ഷെ അത് വെച്ചിട്ട് മരണ വീട്ടിൽ നിൽക്കുന്നവരുടെ ഇമോഷനെയും അതിന് പങ്കെടുക്കാൻ വന്നവരുടെ ഇമോഷനെയും ഒക്കെ ഒരു ടോപ്പിക്കാക്കി മാറ്റുകയാണ്. വിഷയദാരിദ്ര്യം അവർ ഈ വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് ഖേദകരം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. ഇതെന്താണെന്നറിയാമോ അശ്വിനി, ഈ പറയുന്നത് പോലെ മീഡിയാസ് കൃത്യമായിട്ടൊരു എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ ഇതിനെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം എല്ലാ വീടുകളിലും ഇപ്പോൾ നടൻ്റെ വീടായിക്കോട്ടെ, ഇപ്പം പൊളിറ്റീഷ്യൻസ് മരിച്ചാലും ഇപ്പം ഇന്ന ആളെന്നൊന്നുമില്ല, 4 ആൾ അറിയുന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. അത് സിനിമയിൽ തന്നെ മരണം എന്ന് തന്നെ വേണമെന്നില്ല, സ്വതന്ത്രമായി കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇന്റിമേറ്റ് വെഡിങ് നടത്തുന്ന ആൾക്കാരുടെ വരെ ചടങ്ങുകൾ, ഇപ്പൊ ഗുരുവായൂരൊക്കെ ആണെങ്കിലും ഇടിച്ചു കയറി ചെല്ലുകയാണ്. അവരെ വിളിച്ചിട്ടാണോ എന്നുള്ളത് അപ്പുറത്ത് രണ്ടാമത്തെ വശം. പക്ഷെ ഇത് അവര് ഭയങ്കരമായി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഏർപ്പെടുത്തേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. കാരണം മെയിൻ സ്ട്രീം മീഡിയാസ്, ഇപ്പം നമുക്കറിയാം, മുൻപന്തിയിൽ നിൽക്കുന്ന ഒട്ടേറെ ചാനലുകളുണ്ട്. ഈ പൊതുദർശനം വെക്കുന്നത് എന്തിനാ? നമ്മൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
ബാക്കിയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ അയാളെ വന്ന് നേരിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ടും ചാനലുകളിൽ ലൈവ് പോകുന്നുണ്ട്, നമുക്കത് കാണാം. അത് ഒരു നോർമൽ കാര്യമാണ്. ഒരു ചടങ്ങ് നടക്കുന്നത് നോർമലി ഒരു ലൈവ് വെച്ച് ഒരു ക്യാമറ വെച്ച് നമ്മളത് ഷൂട്ട് ചെയ്യുന്നു, അത് ആളുകൾക്ക് കാണാം. അതിനപ്പുറത്തേക്ക് ഈ ആളുകളുടെ സങ്കടങ്ങളും അവരുടെ ഇമോഷൻസൊക്കെ അതിനെ സൂം ചെയ്ത് എത്രയും അവരുടെ ഉള്ളിലേക്ക് എത്താമോ അത്രയും സൂം ചെയ്ത് അതിന് പ്രത്യേക ഒരു ക്യാപ്ഷൻ കണ്ടോ, അച്ഛൻ്റെ മരണത്തിൽ ഇന്നയാൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, സങ്കടം സഹിക്ക വയ്യാതെ. ഇവരുടെ ക്യാപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി പുച്ഛമാണ് തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങനെ? ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും, ഒരിക്കലല്ല. അപ്പം ഉത്തരവാദിത്തപ്പെട്ടത് ആരും ആയിക്കോട്ടെ, അവരിതിന് ശരിക്കും പറഞ്ഞൊരു പ്രോട്ടോകോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ കൃത്യമായ ID കാർഡും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മിക്കതും റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇങ്ങനത്തെ മരണ വീട്ടിലും ഒരിക്കലും ഒരു പരിധി വരെ ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ, മരണ വീട്ടുകളില് മറ്റവരുടെ ടോപ്പിക്കിനുള്ള വിഷയം ആവാതിരിക്കട്ടെ, അവർക്കുള്ള വിഷയദാരിദ്ര്യം തീർക്കേണ്ടത് ഇത്തരം ഇടങ്ങളിലല്ല. ഈ മാധ്യമങ്ങൾ വരുമ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ID പ്രൂഫ് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അകത്തേക്ക് വിടുക, അല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയാണല്ലോ അവർ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ മീഡിയാസ് നമ്മൾ പറയുമെങ്കിലും ഉണ്ടല്ലോ, ഈ ചടങ്ങിലേക്ക് വരണ എല്ലാവരും, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കാണാൻ പോണ എൻ്റെ കയ്യിൽ ഫോണും ക്യാമറയും ഉണ്ടെന്നുള്ളതാ, ഞാൻ ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക ഫോൺ ഇങ്ങനെ വെച്ചിട്ട്. അപ്പം എനിക്കും ഇതിനുള്ള ഇതുണ്ട്, ഞാനും ഇതെടുത്ത് ഷെയർ ചെയ്യുക എൻ്റെ സോഷ്യൽ മീഡിയയിൽ. അപ്പം ഇതിനൊരു മീഡിയ എന്നൊരു ടാഗ് ഒന്നും വേണ്ട. ഇപ്പം നോർമലി ആർക്കും അത്തരം സാധനങ്ങൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ദിലീപ് വരുവാണ്, മരണ വീട്ടിലേക്ക് വരുവാണ്, ചിരിച്ചുകൊണ്ടാണ് ഓരോ ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് എന്ന് മാത്രമല്ല, നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള പൃഥ്വിരാജിന്റെ കേസ് എടുക്കാം. 1997 സുകുമാരൻ മരിക്കുമ്പോൾ അദ്ദേഹം അന്നത്തെ മെയിൻ ആക്ടറാണ്, അന്നത്തെ സൂപ്പർ സ്റ്റാർ ആണ്. പൃഥ്വിരാജ് എന്ന അഭിനയത്തിലേക്ക് വന്നിട്ടില്ല, ഇന്ദ്രജിത്ത് എന്ന അഭിനയത്തിലേക്ക് വന്നിട്ടില്ല, ഇന്നത്തെ സ്റ്റാർഡോ അവർക്കില്ല. അച്ഛനുണ്ടാക്കി വെച്ച സ്റ്റാർഡ് മാത്രമേ ഉള്ളൂ. മോഹൻലാലും മമ്മൂട്ടിയും വരുന്നു എന്ന് പറഞ്ഞിട്ട് ആർപ്പ് വിളിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇമോഷൻ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനെപ്പോലും വിമർശിച്ച ആൾക്കാരുണ്ട്. നമുക്ക് എത്രത്തോളം അവരുടെ ഡാർക്ക് ചിന്താഗതി. ഇവര് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഞങ്ങളല്ലേ ഇവരെ വലിയ നടനാക്കിയത്, ഞങ്ങളല്ലേ വലിയ നടനാക്കിയത്, അപ്പം ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കയർക്കുന്നത് എന്നൊരു സാധനവും ഇതിനുള്ളിൽ ഉണ്ടാകാം. അതെ, തീർച്ചയായിട്ടും. ഈ സലീം കുമാറിന്റെ വീഡിയോന്റെ ചന്തു പ്രതികരിച്ച വീഡിയോന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് അത്തരത്തിലുള്ളതായിരുന്നു. ജനങ്ങളല്ലേ അവരെ നടനാക്കിയിട്ടുള്ളത്. ആ ചോദിച്ചവന്റെ മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളാണ് നടനാക്കിയത്, നിങ്ങൾ നടനാക്കിയത് കൊണ്ട് അവൻ നടനാവത്തില്ല. അവരുടെ കലയുണ്ട്, കലാപരമായ വർഷങ്ങളായിട്ട് അവര് സാധകം ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ മാറ്റി നിർത്താം. അവിടെ പൊതുദർശനത്തിന് വെച്ചത് വരെ നിങ്ങൾ നടനാക്കിയ ആളെ കാണാനുള്ള ആദരവപൂർവ്വം ബഹുമാനപൂർവ്വം കാണാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇടിച്ചു കയറി ഈ മരിച്ചു കിടക്കുന്ന ആളുടെ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ കടന്നു വന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനില്ല. അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെ വന്നു, ആരൊക്കെ കരഞ്ഞു, ആരൊക്കെ മറ്റുള്ളവരെ കെട്ടിപ്പിടിച്ചു. ഒരു സമയത്തുണ്ടായിരുന്നു മരിച്ച സമയത്ത് ഇന്നയാൾ വന്നില്ല, എന്തുകൊണ്ട്? ഇപ്പൊ മോഹൻലാൽ അധികം ഒടുവിൽ കണ്ടുനിരിക്കുന്നത് ശ്രീനിവാസം മരിച്ചപ്പോൾ ജയറാം വന്നില്ല, ഇത്രയും സിനിമ, അതൊരു വലിയ ഡിസ്കഷൻ ആക്കുക. എന്നിട്ട് അവരുടെ ഇമേജിനെ മോശമായിട്ട് ഇതാക്കുക. പിന്നീട് അതിന് അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരികയാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം. അതെ, ഇതൊരു തരം ചൂഷണമാണ്. ഒരൊറ്റ കാര്യം, ഒരാളുടെ സ്വാർത്ഥതയാണ്. ഈ വീഡിയോ എടുക്കുന്ന ഒരാള് അത് 1 10 വരുന്നു. ഈ ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഇവർ നേടിയെടുത്തതായിട്ടുള്ള ഇമേജ് അവിടെ ഇല്ലാണ്ടിരിക്കുകയാണ്. ചന്തു ആയതുകൊണ്ട് മാത്രം അവിടെ പ്രതികരിച്ചു. ഇമേജ് ഒരു കാര്യമുണ്ട്, അത് ചന്തു ആയതുകൊണ്ടാണ് അത് വാർത്തയായതും. സാധാരണ ഇപ്പം ചന്തു സിനിമയിൽ ഒത്തിരി സിനിമകളിൽ ഇതിനോടൊക്കെ അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ചന്തു ഒരു നടനാണ്. സലീം കുമാറിന്റെ മകൻ നടൻ അങ്ങനെ പ്രതികരിച്ചു എന്നൊരു സാധനം കൂടെ ഉണ്ട് ഇതില്. അതെ, ഇത് വേറൊരു തരത്തിൽ ഇപ്പം പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഹങ്കാരാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. മാധ്യമങ്ങൾ എന്നല്ല, സോഷ്യൽ മീഡിയ മോശം കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ടാഗ് വേണ്ട കാലവും ആയി കഴിഞ്ഞു. കാരണം അടക്കി ആക്ഷേപിക്കുമ്പോൾ നമ്മളടക്കം അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇതിപ്പം പൊതുദർശനത്തിന് വെച്ച് വീട്ടിലേക്ക് ആളുകൾ എത്തുന്നതിന് മുന്നേ ഓൺലൈൻ മീഡിയാസ് അവിടെ അവരുടെ സ്ഥലം സജ്ജമാക്കി അവരവിടെ തയ്യാറായി. പല ദിക്കിൽ നിന്നും പല രീതിയിൽ ക്യാമറകൾ ഫോക്കസ് ചെയ്ത് ഇപ്പം ഭാര്യയും കുട്ടികൾ അവർക്കൊരു എന്താ പറയുക, ഭയങ്കര നമ്മുടെ സ്വകാര്യ നിമിഷമല്ലേ അത്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആള് ഇനി ഈ ലോകത്തില്ല, അതിനെ ഉൾക്കൊള്ളാൻ തന്നെ നമുക്കൊരു വലിയ സമയം വേണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ക്യാമറ വന്ന് ചിലയിടങ്ങളിൽ നമ്മൾ പ്രതികരണം
മരണം ആരായുന്നത് പോലും കാണാറുണ്ട് മാധ്യമങ്ങൾ വന്നിട്ട്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള അതൊക്കെ വിടാൻ ഹർഷ, പല സെലിബ്രിറ്റീസും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സെൽഫി എടുക്കാൻ വരിക. ആ സമയത്ത് സുബി മരിച്ച സമയത്ത് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പലരും, ഞാൻ നടന്മാരുടെ പേരെടുത്ത് പറയുന്നില്ല, ഇനി അവർക്ക് അതിൻ്റെ അടുത്തൊരു പ്രശ്നം വേണ്ട, ഈ നടന്മാർ മരിച്ചെടുക്കുമ്പോൾ ചേട്ടാ ഒരു സെൽഫി. ഈ ഇത്രയും വിഷമം അവർക്ക് കരയുന്നതിന് പോലും, ഇപ്പം മെയിൻ സ്ട്രീം നിൽക്കുന്ന നടന്മാർക്ക് കരയുന്നതിന് പോലും ലിമിറ്റ്സ് ഉണ്ട്. അവർ അതും കൂടെ ഈ ഓൺലൈൻ മീഡിയാസ് ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. പരമാവധി അവർ കരച്ചിൽ അടക്കി പിടിച്ചിട്ട് വിഷമം കാണിക്കാണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക. ഇനി കരഞ്ഞില്ലെങ്കിൽ അതിന് വിഷയം അതല്ല, ഒരു സെൽഫി. ഞാൻ ചോദിക്കുന്ന കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, മനുഷ്യത്വം ഇല്ലേ? അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, ഇതൊക്കെ പോട്ടെ, ഇതിപ്പോൾ നമ്മൾ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുന്നു, അല്ലാത്ത മരണങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൂരതകളുടെ ഭാഗമായിട്ട് നടക്കുന്ന, ഇതിന്റെ ഇടക്ക് പോയിട്ട് ബൈക്ക്. അതെ, തീർച്ചയായും. അത് നമ്മൾ അധികം ഇതിപ്പോ നടന്മാരോ നടിമാരോ ഒക്കെ മരിക്കുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് ഇത് ഏറ്റവും കൊള്ളുന്നത്. ഞാൻ സ്വാഭാവികമായിട്ട് ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഫീഡുകളിൽ എപ്പോഴും വരും, പ്രത്യേകിച്ച് ഈ വലിയ അറിവൊന്നും ഉണ്ടാവില്ല, ചെറിയ രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ വാർത്തകളിൽ മുന്നേ വന്നിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ആളുകളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള അല്ല അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ കരയുന്നത് മാത്രം. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ബോഡി കാണിച്ചിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമുണ്ട്. ആ ഘട്ടത്തിൽ ഇവർക്ക് കാണിക്കാൻ പറ്റുന്നത് എന്താ, ആളുകളുടെ ഇമോഷൻസ് ആണ്. അപ്പം ഭാര്യ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇവർ നെഞ്ചത്തടിച്ച് കരയുന്നതും ഇവരുടെ ഇമോഷൻസ് കാണിക്കുന്നതും ഒക്കെയാണ് അതിന് മില്യൺ വ്യൂസ് ആണെന്നുള്ളതാ. കരച്ചിൽ അടക്കി പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അവർക്ക് ഇത് നോക്കുന്നുണ്ട് എന്നുള്ള കോൺഷ്യസ് ആയി പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മളത് മറന്ന് കരയും. നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് അത്തരം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷെ അവിടെയും ഇവർ ഈ ക്യാമറയും കൊണ്ട് കണ്ണീര് സൂം ചെയ്യാൻ വരുന്ന ഒരു അവസ്ഥ വിചാരിച്ചിരിക്കും. ഈ എടുക്കുന്നവരുടെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവരത് ആക്സെപ്റ്റ് ചെയ്യുമോ? ശരിക്കും പ്രതികരിച്ചു പോകുന്നതാണ്. ഇപ്പൊ ചന്തുവിന് വന്നൊരവസ്ഥ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ആ സ്ഥാനത്ത് സങ്കല്പിക്കുമ്പോഴാണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയാസും ഈ മൊബൈൽ കൊണ്ട് വരുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ, എന്നാൽ നമുക്കൊന്ന് പോയി അതൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, എന്തൊക്കെയൊക്കെയോ ചെയ്ത് വൈറലായി നിൽക്കുന്ന ആളുകൾ എന്നാൽ നമുക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം, നമ്മളും ക്യാമറയിൽ വരുമല്ലോ. അപ്പൊ ഇവരൊരുങ്ങി നല്ല രീതിയിൽ വന്നൊന്ന് അവിടെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ചിലപ്പോൾ അവർക്കുണ്ടാകും. നമുക്കറിയാം ഇവര് സിനിമേനെയൊക്കെ എത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണോ എന്നൊക്കെ. ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, ആളുകൾക്ക് ഞാൻ പറയുമ്പോൾ അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചില ആളുകളുണ്ട്. ഓക്കെ, ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, എന്നാൽ നമുക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഇവര് മറ്റേ വരിയായിട്ടൊരു 4-5 പേരുണ്ടാവും. ഇവർ പോകും, കാണും, പിറ്റേ ദിവസം മുതൽ ഇന്നയാളെ കാണാൻ വന്ന ഇന്നയാളെ കണ്ടോ എന്ന് പറഞ്ഞായിരിക്കും ക്യാപ്ഷൻ ഉണ്ടാവുക. അതിന് താഴെ ഫുൾ തെറിവിളിയായിരിക്കും കമന്റ്, ഇവരെന്തിനാ വന്ന്, ഇവരുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചിട്ടും. ഇവർക്കും ഫെയിം ആണല്ലോ, ഓക്കെ വന്നു കഴിഞ്ഞല്ലോ, അവര് വന്നു, ഞങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇവരെ പ്രതീക്ഷിച്ചൊക്കെ എന്നാൽ ഈ വഴി നമുക്കൊന്ന് ഫേമസ് ആവാം എന്ന് കരുതി വരുന്ന ആളുകളും മരണ വീട്ടിലുണ്ട് എന്നുള്ളതാ. ഈ ഫേമസ് എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ സിനിമ സ്റ്റാർസിനേക്കാളും സെലിബ്രിറ്റികളാണ് യൂട്യൂബേഴ്സ്. അതങ്ങനെ കണ്ടന്റ് കഷ്ടപ്പെട്ട് അവരൊരിക്കലും വില കുറിച്ച് കാണുന്നില്ല, കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കി അതിനെക്കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ എളുപ്പത്തിൽ ഇതുവഴി മറ്റുള്ളവന്റെ ഇമോഷൻ വിറ്റ് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് പിന്നെ ഈ വലിച്ചു കീറി റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ, ഇമോഷൻസിനെ അല്ലെങ്കിൽ ഒരാളുടെ വിഷമം പറഞ്ഞുകൊണ്ടൊരിത്, അതിന് വേറൊരു ആംഗിൾ. ഇപ്പൊ നമ്മൾ ഓൺലൈൻ മീഡിയാസിന് മാത്രം പറയേണ്ടത്, മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും ഈ പറയുന്നത് പോലെ ഫോക്കസ് 4 കോളങ്ങളാക്കിയിട്ടായിരിക്കും വിഷ്വൽ ചെയ്യുക. അല്ല, ഒരിടത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിടത്ത് ജനങ്ങൾ ഉണ്ടാവും, ഒരിടത്ത് ഡ്രോൺ വിഷ്വൽ ഉണ്ടാവും. എല്ലാം മീഡിയാസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരേ സാധനമാണ്. കാരണം ഇത് കാണാൻ ആളുകളുണ്ട് എന്നുള്ളതാ. ഈ ഇമോഷൻസും ഈ ആളുകൾ കരയുന്നതും ആളുകൾ വിഷമിക്കുന്നതും ഒക്കെ കാണാൻ ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അല്ലേ ഹർഷ, നമ്മൾ കൊടുക്കുന്നതാണ് ഓഡിയൻസിന് വേണ്ടത്. ഇനിയിപ്പോ അഥവാ ഇത് കൊടുത്തില്ല എന്ന് വെക്ക്, ഓഡിയൻസ് വന്നിട്ട് ചോദിക്കാൻ നിൽക്കുന്നുണ്ടോ? അവർക്കിത് കാണണ്ട, അവർക്ക് വിവരം അറിഞ്ഞാൽ മതി. സലീം കുമാർ മരിച്ചു, അവര് ഇന്ന സമയത്താണ് മരിച്ചത്, ഇതാണ് വിഷയം, ഇന്നതായിരുന്നു ആരോഗ്യ പ്രശ്നം, ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇത്രയും അറിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ജനങ്ങൾ തൃപ്തരാണ്. അവരാരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ പോയി, അവർക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഇനി അവരുടെ ടെലിവിഷനിലൂടെ അവർ സ്ഥിരം ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ച് ഇപ്പം മറഞ്ഞു പോയ ഒരുപാട് നടന്മാർ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ഞാൻ ടെലിവിഷനിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അത്രയും കണ്ടാൽ മതി. ഇത് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുമ്പോഴാണ് വ്യൂസ് വരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ
ഒരു വീഡിയോ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കാണും. ഇപ്പം ചന്തുവിന്റെ റിയാക്ഷൻ വീഡിയോ നമുക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ കണ്ടു, മുന്നിൽ എത്തിയത് കൊണ്ട് കണ്ടു. കണ്ടില്ലേ, പ്രശ്നമില്ല, ഇതാണ് കാണേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ തരുമ്പോഴാണ് നമ്മൾ എന്ത് കഴിക്കണം എന്ന് പോലും നമ്മുടെ സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്ന ഈ കാലത്ത് ഇത് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമാണ്. അതില് നമ്മൾക്ക് ഈ പറയുന്ന പോലെ മരണ വീട്ടിലും അതല്ല, ഇപ്പൊ ഓൺലൈൻ ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നതിൽ മൊബൈൽ കയ്യിലുണ്ട് ഞങ്ങൾ മീഡിയാസ് ആണെന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു കാർഡുമായിട്ട് നമ്മുടെ പഠിച്ചിറങ്ങിയ നമ്മുടെ ഇതിനെ പോലും ചോദ്യം നീ മീഡിയാസ് അല്ലേ എന്ന് ചോദിക്കാം. നമ്മൾ പഠിച്ചിറങ്ങിയ കാർഡുമായിട്ട് ID കാർഡുമായിട്ട് നിൽക്കുമ്പോൾ ഈ മൊബൈൽ ഞങ്ങൾ മീഡിയാസ് ആണ്, ഞങ്ങൾ അതൊരു ധൈര്യമായി മാറിയിരിക്കുന്നു. ഉടനെ മൊബൈൽ എടുക്കുക, ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ 4-ാം നെടുന്തൂണാണ് മാധ്യമം എന്നുള്ളത്. അത് പഠിച്ചിറങ്ങിയവരാണ് നമ്മൾ. പക്ഷേ ഇതൊന്നും ഇവിടെ ചോദ്യം ചെയ്യുന്നത് മാധ്യമധർമ്മം എന്താണെന്നുള്ളതാണ്. മൊത്തത്തിലാണ് അടച്ചേൽപ്പിക്കുന്നത് മാധ്യമധർമ്മം. ഞാൻ ചോദിക്കുന്ന മനുഷ്യന്റെ ധർമ്മം എന്താണെന്നുള്ളതാണ്. മനുഷ്യൻ, അതായത് ഈ പൃഥ്വിരാജിന്റെ അച്ഛൻ മരിച്ച സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ല. അവിടെ മനുഷ്യന്റെ ധർമ്മം എന്തായിരുന്നു? മോഹൻലാൽ മമ്മൂട്ടി വരുന്നതായിരുന്നു. ഇത് മനുഷ്യന്റെ മെന്റാലിറ്റി ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിനെ സോഷ്യൽ മീഡിയ എടുത്തപ്പോൾ കുറച്ചുകൂടെ ലൈം ലൈറ്റിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നു എന്ന് മാത്രം. അതെ, ഈ അടുത്ത ഘട്ടങ്ങളിൽ ഏറ്റവും മര്യാദപൂർവ്വം ഒരു നടന്റെ സംസ്കാര ചടങ്ങ് നടന്നത് അത് മലപ്പുറത്തായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലാണ് ആ ചടങ്ങ് അവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. കാരണം ഒരു പരിധിക്കപ്പുറം മാധ്യമങ്ങൾ അകത്തേക്ക് പോയിട്ടില്ല. അതായത് അദ്ദേഹത്തെ കണ്ട് മടങ്ങി വരുന്ന ആളുകൾക്ക് പുറത്തൊരു മൈക്കൊക്കെ വെച്ചൊരു സൗകര്യം ഒരുക്കി അവിടെ നിന്ന് അവർക്ക് അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാം, കാര്യങ്ങൾ നടത്താൻ പോവാം. കൃത്യമായ ഒരു രീതിയിലായിരുന്നു അത് മാനേജ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഇന്നസെന്റിന്റെ മരണത്തിന് ശേഷമായിരുന്നു തോന്നുന്നു മാമുക്കോയുടെ മരണം സംഭവിക്കുന്നത്. ഇന്നസെന്റ് മരിക്കുന്ന സമയത്ത് ഞാൻ ആ സംസ്കാര ചടങ്ങിന് പോയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ സംഭവം. ആളുകളുടെ തിക്കും തിരക്കും, ഈ വരുന്ന ആളുകളുണ്ടല്ലോ, മറ്റു നടന്മാർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്കും ഒരു പരിധിയുണ്ട് പ്രതികരിക്കുന്നതിന്. നിങ്ങൾ മാറി നിൽക്കൂ എന്ന് അവർക്കും പറയുന്നതിന്, കാരണം അത് നാളെ വലിയ വാർത്തയാകാം. അവർക്കും ഭയമാണ്. നിങ്ങൾ അവരും സഹിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ഇപ്പം മലപ്പുറത്തായതുകൊണ്ടാവാം മേ ബി അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. കൊച്ചിയിലാണെങ്കിൽ ഒരിക്കലും അതിനങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളത്. ഇപ്പം ഈ മരണ വീട്ടിൽ തന്നെയല്ല, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് പ്രസ് മീറ്റ്, അതിൽ നമ്മൾ കണ്ടത് ഓൺലൈൻ മീഡിയാസ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നു, മുഖ്യമന്ത്രി അതിന് ആൻസർ ചെയ്യുന്നു, അതിന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലാകുന്നു എന്നുള്ള സാധനമാണ്. ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ് മീറ്റിൽ ID കാർഡോ മറ്റു സാധനങ്ങളോ കാണിക്കാതെ എങ്ങനെ ആ പ്രസ് മീറ്റിൽ ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു? ഓൺലൈൻ മീഡിയാസ് അവിടെ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അവിടെ വരെ ഈ പറയുന്ന മൊബൈൽ കൊണ്ട് ചെല്ലുന്ന ആളുകൾക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ പിന്നെ എന്താ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? അവിടെയാണ് ചോദ്യമുള്ളത്. എന്തായാലും ആരെങ്കിലും, അതായത് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമ എന്നുള്ളതല്ലല്ലോ. അതെ, ഈ ഒരു രീതിക്ക് മാറ്റം വരണം. അതായത് കൃത്യമായ പ്രോട്ടോകോൾ അല്ലെങ്കിൽ കൃത്യമായ ID കാർഡ്. നമ്മൾ അങ്ങനെയല്ലേ മിക്ക പ്രോഗ്രാമുകളും പങ്കെടുക്കാൻ പോകുമ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം പ്രധാനമന്ത്രി വരുന്ന ഒരു പ്രോഗ്രാമിന് എല്ലാവർക്കും ഇഴിച്ചു കയറി അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ തന്നെ മരണ വീട്ടിൽ ആളുകളുടെ മനുഷ്യത്വം മനസ്സിൽ വിചാരിച്ച ആളുകളുടെ ഇമോഷനെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറണം. അതിന് കൃത്യമായൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിൽ വരണം. മറ്റ് എന്തെങ്കിലും എടുത്തോട്ടെ, ഇപ്പൊ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ നമുക്കൊരു പരാതിയില്ല. അത് ആളുകൾ കാണണം, ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെങ്കിലും അതിന് കൃത്യമായൊരു സംവിധാനം നിലവിൽ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.